നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സഹജമാർഗത്തിൻ്റെ ഗുരുനാഥനായിട്ടിരുന്ന ചാരിജി മഹാരാജിൻ്റെ 98ാം ജന്മവാർഷികമാണ്. ഇപ്പോഴത്തെ ലിവിങ് മാസ്റ്റർ ദാജി ശ്രീ കമലേഷ് ടി പട്ടേലാണ്. അപ്പോൾ ആരാണൊരു സ്പിരിച്വൽ മാസ്റ്റർ? എന്താണ് ഒരു ഗുരുവിൻ്റെ പ്രാധാന്യം? ഇതേക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. ഈശ്വരനെ പറ്റിയുള്ള ചർച്ചകൾ നമ്മൾ നടത്താറുണ്ട്. ആരാണ് ഈശ്വരൻ? അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടോ? ഗോഡ് ഇസ് എ പ്രിൻസിപ്പിൾ എന്നാണ് ചാരിജി മഹാരാജ് പറഞ്ഞത്. ഈശാവാസ്യ ഉപനിഷത്ത് വളരെ ചെറിയ ഒരു ഉപനിഷത്താണ്, പക്ഷെ അതിലെ ശ്ലോകങ്ങൾ വളരെ ആഴത്തിൽ സ്പർശിക്കുന്നതാണ്. ആദ്യത്തെ ശ്ലോകം തന്നെ പറയുന്നത് ഈശാവാസ്യം ഇദം സർവം, ഈ കാണുന്നതെല്ലാം ഈശ്വരനാൽ വസിക്കപ്പെട്ടിരിക്കുന്നു. ഈശ്വരനല്ലാത്തതൊന്നും ഇവിടെ ഇല്ല. ബാബുജി മഹാരാജ് അതാണ് പറയുന്നത്, ഗോഡ് ഇസ് ഓൾ ഇസ് നത്തിങ്. പക്ഷെ എന്തുകൊണ്ട് ആ അബ്സല്യൂട്ടായിട്ടുള്ള ആ പരിപൂർണമായിട്ടുള്ള ആ ഡിവിനിറ്റി സ്നേഹം എന്തുകൊണ്ട് അത് ഈ ഭൂമിയിൽ പൂർണ്ണമായിട്ടും അവതരിക്കുന്നില്ല? ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നു. അതായത് എപ്പോഴൊക്കെ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നു, അധർമ്മം ഇവിടെ വളർന്നു വരുന്നു, അപ്പോൾ ഞാൻ അവതരിക്കുന്നു എന്നാണ്. ഒരച്ഛൻ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന പോലെ ഈശ്വരൻ എല്ലാവരെയും ഹൃദയത്തിൽ വസിക്കുകയാണിപ്പോൾ. പ്രത്യക്ഷപ്പെടാൻ അനുവദിക്കാതെ എപ്പോഴൊക്കെ ഈശ്വരൻ പ്രത്യക്ഷപ്പെടാൻ ശ്രമിക്കുന്നു,
ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. സ്നേഹം എപ്പോഴൊക്കെ പ്രത്യക്ഷപ്പെടാൻ ശ്രമിക്കുന്നു നമ്മളതിനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അടിച്ചമർത്തുകയാണ്. ചാരിജി മഹാരാജ് പറയും, ഡോഗ് റിവേഴ്സ്ഡ് ബിക്കംസ് ഗോഡ് എന്നാണ്. രണ്ടും ഒരേ ആൽഫബറ്റ്സാണ്. നമ്മൾ ഗോഡിനെ ഡോഗിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നു. മിണ്ടാണ്ടിരിക്കുക, ഞാൻ പറയുമ്പോൾ പുറത്തേക്ക് വരാം. ഇനി പുറത്തേക്ക് വരാൻ ശ്രമിച്ചാലോ? എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? ആ സ്നേഹത്തിൻ്റെ സ്വരൂപങ്ങളായിട്ടുള്ള ലിവിങ് മാസ്റ്റേഴ്സിൻ്റെ രൂപത്തിൽ വരുന്നു, നമ്മളെ കറക്റ്റ് ചെയ്യാൻ വരുന്നു. ഉപദേശങ്ങളോടെ സ്നേഹത്തിൻ്റെ മാതൃകകളായിട്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. ചിലപ്പോൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പനിഷ്മെൻറ്റ്സ് തരുന്നു. അപ്പോഴാണ് അവതാരങ്ങൾ എന്ന് പറയുന്നത്. ഇത് ശിക്ഷകളല്ല, നമ്മളുടെ കറക്ഷൻസിന് വേണ്ടിയിട്ടാണ്. സ്നേഹമായി ജീവിക്കൂ എന്ന് പഠിപ്പിക്കാനായിട്ട് അവർ ഇറങ്ങി വരികയാണ്. പക്ഷെ സ്ഥിരമായിട്ട് അവർക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു ബ്രൈറ്റർ വേൾഡ്, പരംധാമമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, ന തദ് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ആ പരംധാമം, അവിടെ സൂര്യനും ചന്ദ്രനും ഒന്നും പ്രകാശിക്കുന്നില്ല. കാരണം അത് സെൽഫ് ലൂമിനൻ്റാണ്, ജ്ഞാനസ്വരൂപമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ആ സ്നേഹം മാനിഫെസ്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നാണ്. ഞാൻ എന്നുള്ള ഭാവം പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ബ്രൈറ്റർ വേൾഡ്. എല്ലാവരും പരസ്പരം അറിയുന്നു, ഷെയർ ചെയ്യുന്നു, ചോദിക്കേണ്ട കാര്യമില്ല, ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയൊരു ബ്രൈറ്റർ വേൾഡ് അതെന്തുകൊണ്ട് എവിടെയോ ആക്കി വെച്ചിരിക്കുന്നു നമ്മൾ. അവിടെ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഗുരുക്കന്മാർക്ക് എന്തുകൊണ്ട് തിരിച്ചു പോകേണ്ടി വരുന്നു? ഇവിടെ വരുമ്പോഴെല്ലാം അവർ വേദന അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ട് വിഷമിച്ചാണ് പോയിട്ടുള്ളത്. ഇവിടെ അധികകാലം നിൽക്കാൻ സമ്മതിക്കില്ല. അതിന് ശേഷം അവരെ പുറത്ത് പ്രതിഷ്ഠിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ആ ഈശ്വരനെ, മാസ്റ്ററെ നമ്മൾ ഒതുക്കിയിട്ട് ഞാൻ വേറൊരു സ്ഥലം തരാം, അവിടെ വന്ന് ഞാൻ കാണാം എന്ന് പറഞ്ഞിട്ട് ദൂരെ എവിടെയോ പോയി പ്രതീക്ഷിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കാണാം. ഇപ്പം ഇവിടെ ഈശ്വരന് വസിക്കാവുന്ന ഒരു സ്ഥലമാക്കി നമ്മൾ മാറ്റേണ്ട ആവശ്യമുണ്ട്. അതിന് തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട്. സഹജമാർഗത്തിൽ ഇപ്പോഴത്തെ മാസ്റ്ററായിട്ട് ദാജി പറയുന്നു, ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ്, ഞാൻ എൻ്റെ ഹൃദയം സജ്ജീകരിച്ചു കഴിഞ്ഞു, അങ്ങ് ഇവിടെ വന്ന് താമസിച്ചോളൂ, നിങ്ങളിനി ദ്വാരയ്ക്ക് പോകേണ്ട ആവശ്യം വരില്ല എന്നാണ്. അങ്ങക്ക് ഇനി ദ്വാരയ്ക്ക് പോകേണ്ട ആവശ്യം വരില്ല. എപ്പോഴാണ് അങ്ങനെ ഒരു ലോകം ഇവിടെ വരിക? ക്രിസ്ത്യൻ പ്രാർത്ഥനയുണ്ട്, അവിടുത്തെ പോലെ ഇവിടെയും സ്വർഗരാജ്യം വരണം എന്നാണ്. സ്വർഗരാജ്യം ലോകത്തിൽ വരണം. എവിടെയാണ് ഈ സ്വർഗരാജ്യം സൃഷ്ടിക്കേണ്ടത്? എപ്പോഴാണ് സ്പിരിച്വൽ മാസ്റ്റേഴ്സ് നമ്മുടെ ഇടയിൽ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുക? നമ്മളൊക്കെ അതുപോലെ മാസ്റ്ററിയിലെത്തുമ്പോൾ, നമ്മുടെ ഹൃദയം പരിശുദ്ധമായി കഴിയുമ്പോൾ, പൂർണ്ണമായിട്ടുള്ള സെൽഫ് സറണ്ടർ വരുമ്പോൾ. ഭഗവാന്റെ ഒരു പേരാണ് അധിയജ്ഞൻ. യജ്ഞങ്ങളിലുള്ള ഏറ്റവും വലിയ യജ്ഞം എന്താ? അത് സെൽഫ് സറണ്ടർ, അത് അധിയജ്ഞം. ഞാൻ തന്നെ യജ്ഞത്തിന് സ്വയം സമർപ്പിക്കുമ്പോൾ അധിയജ്ഞൻ പ്രത്യക്ഷപ്പെടുകയാണ്, സ്നേഹം പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറേണ്ട ആവശ്യമുണ്ട്. ചാരിജി മഹാരാജിൻ്റെ ഈ ജന്മവാർഷികത്തിൽ ഈ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാസ്റ്റർ, അങ്ങ് ഞങ്ങളുടെ ഇടയിൽ തന്നെ സുഖമായിട്ട് ജീവിച്ചോളൂ, അങ്ങേക്കിനി തിരിച്ചു പോകേണ്ട ആവശ്യം വരില്ല. ഞങ്ങളെല്ലാവരും അങ്ങ് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഇരിക്കുന്നു, ജീവിക്കുന്നു, സ്നേഹത്തോടെ ജീവിക്കുന്നു. ഒന്നും ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, വിഷമങ്ങൾ പറയേണ്ട ആവശ്യമില്ല, വിശക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല, ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും സന്തോഷത്തിൽ നമ്മളും സന്തോഷിക്കും. ഇവിടെ വ്യത്യാസങ്ങളൊന്നും ഇല്ലാണ്ടായി മാറുന്നു. വൃക്ഷലതാദികളും മൃഗങ്ങളും എല്ലാം നമ്മുടെ തന്നെ സഹോദരന്മാരാണ്. ഇവിടെ ഉള്ള സർവ്വചരാചരങ്ങളും നമ്മുടെ സഹോദരങ്ങളാണ്. അതുപോലെ തന്നെ ഞങ്ങളിവിടെ പെരുമാറുന്നു. അപ്പോൾ ബ്രൈറ്റർ വേൾഡ് ഇവിടെ തന്നെ സ്ഥാപിക്കപ്പെടും. അപ്പോൾ വേറൊരു ബ്രൈറ്റർ വേൾഡ് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണം. ഈശ്വരൻ വേറെ എവിടെയോ വസിക്കുന്നു, അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ഇനി തിരിച്ചു വരേണ്ട ആവശ്യമില്ല, ഒരു മോക്ഷപ്രാപ്തിയുണ്ട്. എന്തിനാ അങ്ങനെ ഒരു ചിന്താഗതി?
ഇപ്പോൾ ചാരിജി മഹാരാജ് വളരെ വേദനയോടാണ് ഇത് പറഞ്ഞത്. ഈശ്വരനെ നമ്മൾ ഡോഗിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നു. വേറെ ഡോഗിനെ പോലെ നമ്മളാവേണ്ടതായിരുന്നു. അതായത് അഹംബോധം ഒരു നായയെപ്പോലെ, മാസ്റ്ററുടെ ശബ്ദം കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു നായ, പൂർണ്ണമായിട്ട് ബോധത്തോടെ ഇരിക്കുന്ന ഒരു സർവീസിന് നിൽക്കുന്ന ഒരു ഉപകരണം, ആ രീതിയിൽ മാറണം. അപ്പം മാസ്റ്ററും ലോകവും തമ്മിൽ വ്യത്യാസമില്ലാണ്ടായിട്ട് മാറും. അങ്ങനെ ഒരു ലോകം ഇവിടെ സ്ഥാപിക്കപ്പെടും. അതാണ് നമ്മുടെ മാസ്റ്ററിൻ്റെ ഡ്രീം. അതാണ് ഹാർട്ട്ഫുൾനെസ് എന്നത്. ഹൃദയം നിറഞ്ഞ ജീവിതം ഇവിടെ. അതാണ് ബ്രൈറ്റർ വേൾഡ് എന്ന് പറഞ്ഞത്. ഹൃദയം നിറഞ്ഞ സംഭാഷണങ്ങൾ, നെഗറ്റീവായിട്ടുള്ളൊരു ചിന്ത കൂടിയില്ല, സ്നേഹം മാത്രം ഒഴുകുന്ന ചിന്താഗതികൾ. അതാണ് നമ്മുടെ മാസ്റ്റേഴ്സ് കാണുന്ന സ്വപ്നം. മാസ്റ്റേഴ്സ് പല ശരീരം എടുത്ത് വരുന്നുണ്ടെങ്കിലും ഒരു മാസ്റ്ററേ ഉള്ളൂ, ഡിഫറൻ്റ് അല്ല. ആ മാസ്റ്റർ പൂർണ്ണമായിട്ടുള്ള പ്രിൻസിപ്പിൾ സ്നേഹം ഇവിടെ മാനിഫെസ്റ്റ് ആയി കഴിഞ്ഞാൽ, എല്ലാവരിലും അത് പ്രത്യക്ഷമായി കഴിഞ്ഞാൽ ഡിഫറൻസ് നമുക്ക് കാണില്ല. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്നു നിങ്ങളുടെ മാസ്റ്റർ എങ്ങനെയാണ്, എൻ്റെ മാസ്റ്റർ എങ്ങനെയാണ്, അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. സ്നേഹത്തിന് ഒരു രൂപം മാത്രമേ ഉള്ളൂ. നമ്മളാണ് അതിന് പല പല കളേഴ്സും കൊടുക്കുന്നത്. ഇപ്പോൾ ചാരിജി മഹാരാജൻ്റെ ഈ ബർത്ത് ആനിവേഴ്സറിയിൽ നമുക്ക് ഈ ഒരു തീരുമാനമെടുക്കാം. നമ്മൾ ഹൃദയങ്ങൾ അത്ര സജ്ജമാക്കാം, ശുദ്ധീകരിച്ച് മനസ്സിനെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിലേക്ക് കണക്ട് ചെയ്ത്. ഇനി അങ്ങ് ഒളിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങ് പ്രത്യക്ഷമായിട്ട് ഇവിടെ തന്നെ ഞങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ഭയമില്ല, മരണഭയമില്ല, ഇവിടെ അസത്യമില്ല. ആ ലോകമാണ് ഇവിടെ വന്നു ചേരാൻ പോകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. അതാണ് സഹജമാർഗം, അതാണ് ഹാർട്ട്ഫുൾനെസ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷനിൽ വരെയും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.